ഹല്ലേലൂയ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒറീസയിലെ ദുക്കുമ എന്നുള്ള പാരീഷിലാണ്. ദുക്കുമൻ്റെ പാരീഷിൽ ഒരു വില്ലേജിലാണ്. ഞങ്ങൾ 10 പേര് ഒറീസയിലെത്തി. ഒറീസയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ അപ്പുറമാണ് ഈ ദുക്കുമ എന്ന ഒരു പാരീഷ്. ഞങ്ങൾ കുറച്ച് പേര് ഓട്ടോറിക്ഷയ്ക്കാണ് അവിടെ നിന്ന് കടന്നത്. ഏകദേശം ബസ് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 45-50ഓളം കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം ഈ വില്ലേജിൽ എത്തണമെങ്കിൽ. വളരെ ദുർഘടം പിടിച്ചൊരു യാത്രയായിരുന്നു ഇന്നലെ രാത്രി മുഴുവനും. എന്തായാലും ഈ പാരീഷിലെത്തി ഇവിടുത്തെ വില്ലേജിലെ ഓരോ ഭവനങ്ങളും സന്ദർശിക്കാൻ പറ്റി. ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവർക്ക് ആത്മാർത്ഥമായിട്ട് ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വൈദികൻ ഞങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങി നിൽക്കുന്നു. ഞങ്ങളിവിടുത്തെ ഓരോ ഭവനങ്ങളിലേക്കും സന്ദർശിച്ചുകൊണ്ട് പലർക്കും ഭാഷ അറിയത്തില്ല, ഹിന്ദി അങ്ങനെ എല്ലാവർക്കും വശമൊന്നുമില്ല. എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഈശോയുടെ സ്നേഹം കൊണ്ട് കടന്നു ചെല്ലുമ്പോൾ അവരുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴൊക്കെ അവർക്ക് നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നു. ഈ വില്ലേജിൽ ഏകദേശം 90 കുടുംബങ്ങളാണ് ഈ വില്ലേജിലുള്ളത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഇവിടുത്തെ ഒരു വില്ലേജ് ദേവാലയം. ഇത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കാറ്റഗിസ്റ്റാണ്. ഇദ്ദേഹമാണ് ഞങ്ങളെ ഓരോ വീടുകളിലേക്കും കൊണ്ടുപോയി വഴി കാണിക്കുന്നത്. ഒരു വീട്ടിലും കൊണ്ടുപോയി ഞങ്ങളെ വഴി കാണിക്കുന്നത് ഇദ്ദേഹമാണ്. ഇതേപോലെ കിतना कैटेगिस्ट है इधर? एक नहीं वो टूरिंग कैटेगिस्ट. आप कैटेगिस्ट है और टूरिंग कैटेगिस्ट. कितना है ഇത് പാരീഷിന്? 14ഓളം കാറ്റഗിസ്റ്റുകളുണ്ട്. അവർ ഞങ്ങൾ പല ഗ്രൂപ്പുകളായിട്ട് ഈ 2 പേര് വെച്ച് ഓരോ ഭവനങ്ങളും സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ മിഷൻ ഗ്രാമങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു, ഇവിടെ ഫോണൊന്നും കിട്ടില്ല, റേഞ്ചൊന്നും കിട്ടത്തില്ല. ഇവിടെ കറണ്ട് ഉണ്ട്, ഫോൺ വിളിക്കലോ ഒന്നും ഇവിടെ നടക്കില്ല. എന്നിരുന്നാലും ഈശോ
ഈശോയുടെ ആ സ്നേഹത്താലാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഈശോയെ അറിയുവാനുള്ള ഒരു വലിയ ആഗ്രഹം, ഇവരുടെ ഭവനങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഇവരുടെ തീഷ്ണതയൊക്കെ ഈശോയിലുള്ള ഇവരുടെ വിശ്വാസത്തെ വളർത്തുവാൻ ഉപകരിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്.